ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോഴേ എല്ലാരും കൂടി ഐശ്വര്യമായിട്ട് കൈവച്ചോളൂ. ഇവിടെ മുതൽ നമ്മൾ നമ്മുടെ അടിച്ചുപൊളി തുടങ്ങാൻ പോവാണ്. റെഡി? 1 2 11 മണിക്ക് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരില്ലേ? വിവാഹം നടന്ന കാര്യമൊക്കെ നമുക്കല്ലേ അറിയാവൂ. ഇവർക്കാർക്കും അറിയാൻ പറ്റില്ലല്ലോ. എന്നെ ഒട്ടും കാണാതായാലല്ലേ അതൊരു വലിയ പ്രശ്നമായി മാറേണ്ട കാര്യമുള്ളൂ. ദേവി, ഇത് മാമി എന്നെ ഒന്ന് സഹായിക്കണം. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കും മോളെ. എന്റെ ഉള്ളിതേ കിടന്ന് പിടയ്ക്ക. ഞാൻ മാമിയുടെ കാല് പിടിക്കാം. എന്നെ ഒന്ന് സഹായിക്കേ. അവരെവിടെ എല്ലാരും ഞാൻ ചെല്ലാൻ വേണ്ടി കാത്തു നിക്ക. രജിസ്ട്രേഷൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ അവിടുന്ന് പോരും. ഞാൻ പോകുന്നതും വരുന്നതും എല്ലാം ഇവിടെയുള്ള ആരും അറിയാൻ പോകുന്നില്ല. മാമിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഒന്നെന്നെ സഹായിക്കും മാമി. എന്റെ ഉമ്മയോട് പറയും പോലെ പറയാ. നീ എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ മോളെ. അവര് നിന്റെയും നസീറിന്റെയും കല്യാണ ലെറ്ററുകൾ വിളിക്കേണ്ടവര് അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുക. പാചകക്കാരെ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിയാവുന്ന ഞാൻ കല്യാണപ്പെട്ട് ജീവനോടെ ഇരുന്നാലല്ലേ ഈ ഒരുക്കങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്ക. ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നൂർജഹാൻ ഈ ഭൂമിയിലില്ല. മാമിക്ക് ഞാൻ ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? ശരി, നീ പോയിട്ട് വാ. ഈ ബന്ധം നടക്കണമെന്ന് നീ ഇത്രയേറെ ആഗ്രഹിക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഏക സഹായം ഇത് തന്നെയാ. മോള് പോയിട്ട് വാ. പോയി കാര്യങ്ങൾ നടത്തി വാ. പക്ഷെ ഒരു കാര്യം എന്റെ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാമിയെ കത്തുന്ന ചിതയുടെ പുറത്ത് വെച്ചിട്ടാ മോള് പോകുന്നെന്ന്. താങ്ക്സ് മാമി. മാമിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ മാമിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മാപ്പ്. ചെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് വാ മോളെ. സൂക്ഷിക്കണേ. ഓടല്ലേ? വാ വാ, നമുക്ക് പോവാം. വാ ഇങ്ങോട്ട്. വിഷ്ണുവേട്ടാ, നില്ലേ. അതെ, ഇവിടെ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരെയും സന്തോഷത്തിന് വേണ്ടിട്ടാ കേട്ടാ. അതുകൊണ്ട് ആഘോഷിക്കാവുന്ന രീതിയിലൊക്കെ എന്റെ മക്കൾ ആഘോഷിച്ചോ. പക്ഷെ കൂട്ടം തെറ്റിട്ടിട്ട് എവിടെയെങ്കിലും പോയാ ഇനി ഓടാനുള്ള മാനസികാവസ്ഥ ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാ. എന്റെ അച്ഛന് സമാധാനായിട്ടിരിക്കേ. അതെ, കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ ഈ ട്രിപ്പ്? ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മനസ്സ് എനിക്കുണ്ട്. എന്നാ കൊച്ചു മനസ്സൊന്ന് പറഞ്ഞാട്ടെ, ഏത് റൈഡിൽ ആദ്യം കയറണ്ടേ? അതിപ്പോ എല്ലാ റൈഡിലും കയറേണ്ടി വരും. ഓ ആണാ? എന്റെ ദൈവമേ. അപ്പോഴേ എല്ലാരും കൂടി ഐശ്വര്യമായിട്ട് കൈവച്ചോളൂ. ഇവിടെ മുതൽ നമ്മൾ നമ്മുടെ അടിച്ചുപൊളി തുടങ്ങാൻ പോവാണ്. റെഡി? 1 2 3.
ആട്ടിയിരുത്തോ ആ അച്ഛാ. ആ ഓ ഓ അച്ഛ ഒന്ന് ആട്ടിത്താ. അത് ശരി, അപ്പൊ തന്നാടില്ല. ഒന്ന് സ്പീഡിലാട്ടച്ചാ. സ്പീഡില്ല, ഒരുപാട് സ്പീഡിലൊന്നും പറ്റില്ല, പിന്നെ ആ കുളത്തിൽ പോയി വീഴും നീ. അച്ഛൻ ചുമ്മാ നിക്കല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. അതേടി, ഞങ്ങക്ക് വേറെ ഒരു പണിയില്ലല്ലോ. അച്ഛ ആട്ട്. ആ മതി 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 മതി. സ്പീഡിലാട്ട്. ആട്ട്. എടി ഈ സ്പീഡൊക്കെ മതി. ആട്ട്. മതി ചേച്ചിയമ്മേ, മതിയോ? മതി. ആ പതുക്കെ പതുക്കെ. സ്പീഡിലാട്ട്. എടൂ ഇത് എന്ത് സാധനോടെ ഇത്? ആ അതൊക്കെ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതെ, ഒന്ന് ഇതിനെ ഡീൽ ചെയ്തേ. എനിക്ക് വയ്യ, ഞാനേ കുറച്ചേരം റെസ്റ്റ് ചെയ്യട്ടെ. ചെല്ല് 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 ചെല്ല്. വിഷ്ണുവേട്ട ആ ഞാനേ ഇവിടെ നിന്ന് ആടട്ടെ. സ്പീഡിലാട്ട്. വിഷ്ണുവേട്ട അത് കുട്ടികൾക്കുള്ളതാ. അതെ, ഞാനിപ്പോ ഒരു കുട്ടിയാണല്ലോ. ഇറങ്ങ അങ്ങോട്ട്. കുട്ടിയാന്ന വിചാരം. അച്ഛ അമ്മ എന്നെ ആട്ട്. ആ ഓ ഇവിടെ കൊണ്ട് അച്ഛനിങ്ങ് വന്നേ. ഇതൊരു നടക്കി അച്ഛനും പോകില്ലട്ടാ. മോളും അവിടെ ഇരുന്ന് ആടിക്കും.